start. Okay, all of you mark your attendance. എല്ലാവരും attendance മാർക്ക് ചെയ്യുക. ഓക്കെ, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലെ 2 പോയം ആണെന്ന് പഠിച്ചതല്ലേ? എന്തൊക്കെ? ഒരു കാറ്റിന്റെയും പിന്നെ അടുത്തേതാ? മഴയുടെ അല്ലേ? പഠിച്ചുവല്ലോ എല്ലാരും. നെക്സ്റ്റ് നമുക്ക് നമ്മള് ചില്ലക്ഷരങ്ങൾ കുറച്ച് പഠിച്ചു അല്ലേ മക്കളെ? ചില്ലക്ഷരങ്ങൾ ഏതൊക്കെയാ? ചില്ലക്ഷരങ്ങള് ഏതൊക്കെയാ? ചില്ലക്ഷരങ്ങള് എഴുതി കാണിച്ചു. ഓക്കെ, ഓക്കെ, 5 എണ്ണാണ് അല്ലേ? ഏതൊക്കെയാണ് മലയാള സ്വരാക്ഷരങ്ങള്? അല്ലേ? അതുവരെ അല്ലേ? അമ്മ വരെ നമ്മൾ പഠിച്ചു അല്ലേ? അപ്പൊ സ്വരാക്ഷരങ്ങള് എല്ലാവരും ഓർത്ത് നോക്കണം. ഏതൊക്കെയാ സ്വരാക്ഷരങ്ങള്? അ ആ ഇ ഈ ഉ ഊ ഋ എ ഏ ഐ ഒ ഓ ഔ അല്ലേ? ഇതുവരെയുള്ള ഓരോ അക്ഷരം എല്ലാവർക്കും ഓർമ്മയുണ്ടോ? യെസ്. ഇത്രയാണ് സ്വരാക്ഷരങ്ങൾ അല്ലേ? അ ആ ഇ ഈ ഉ ഊ ഋ എ ഏ ഐ ഒ ഓ ഔ അം അ. സ്വരാക്ഷരങ്ങൾ മലയാളത്തിൽ ഏതൊക്കെയാ സ്വരാക്ഷരങ്ങൾ പറയുമ്പോ നിങ്ങൾക്ക് അറിയണം അല്ലേ? ഓക്കെ, അപ്പൊ ഒന്നുകൂടി മിസ് പറയും. ഐ ഒ ഓ ഓക്കെ. അപ്പൊ നെക്സ്റ്റ് നമ്മള് ചില്ലക്ഷരങ്ങൾ പഠിച്ചു. അക്ഷരങ്ങൾ ഏതൊക്കെയാ? അക്ഷരങ്ങളാണ് അല്ലേ? 5 ഓക്കെ. അപ്പൊ അത് പഠിച്ചിട്ട് നമുക്ക് അടുത്ത വ്യഞ്ജനാക്ഷരങ്ങളിലേക്ക് പോവാൻ പറ്റുമല്ലേ? ഓക്കെ അല്ലേ? അപ്പൊ ആ ഈ നമ്മൾ എഴുതാൻ പഠിച്ചില്ല, പക്ഷെ പറയാൻ അത് നല്ലതുപോലെ പഠിക്കണം. നെക്സ്റ്റ് ഇൻ അത് നമ്മൾ പഠിച്ചു അല്ലേ? ചില്ലക്ഷരങ്ങൾ പഠിച്ചു. അപ്പൊ അതിന് നമ്മൾ അത് ഒന്നുകൂടി നമ്മൾ എഴുതുന്നേ. അതിനുശേഷം നമുക്ക് അടുത്ത പേജ് എന്താണെന്ന് അറിയോ? വ്യഞ്ജനാക്ഷരങ്ങളാണ് കേട്ടോ. അടുത്ത പേജ് വ്യഞ്ജനാക്ഷരങ്ങളാണ് അല്ലെ? ഇന്ന് നമുക്ക് പഠിക്കാനുള്ളത് ക ഖ ഗ ഘ ങ എന്നുള്ള വ്യഞ്ജനാക്ഷരങ്ങളാണ്. അതിനു മുമ്പ് ചില്ലക്ഷരങ്ങളും കൂടി കൃത്യമായി നമ്മൾ പഠിച്ചിരിക്കണം അല്ലേ? അപ്പൊ ഈ വർഷം നമുക്ക് ഏതൊക്കെ സ്വരാക്ഷരങ്ങളെ കംപ്ലീറ്റ് നമുക്ക് പഠിക്കണം. നമുക്ക് ഇപ്പൊ തന്നെ LKG എത്തും. ഏതാ? LKG കംപ്ലീറ്റ് കഴിയണം അല്ലേ? ഡിസംബർ ആവുമ്പോഴേക്ക് LKG കംപ്ലീറ്റ് കഴിഞ്ഞിട്ട് വേണം അടുത്ത UKG ക്ലാസ്സും കൂടെ ഒക്കെ പഠിച്ചിട്ട് വേണം നമുക്ക് ഫസ്റ്റ് സ്റ്റാൻഡേർഡിലേക്ക് പോകാൻ അല്ലേ? വെരി ഗുഡ്. പഠിച്ചു അല്ലേ ആഫിയ? 5 അക്ഷരം പഠിച്ചു, ചില്ലക്ഷരങ്ങള്. അപ്പോ അത് തന്നെ നമുക്ക് ഒന്നുകൂടി എഴുതിയതിന് ശേഷം നമുക്ക് ഈ കാക്ക കക്കയിലേക്ക് വരാം അല്ലേ? അപ്പോ all of you take your slate and pencil. എന്നിട്ട് എന്ത് എഴുതണം? ചില്ലക്ഷരങ്ങൾ നമ്മൾ ഒന്നുകൂടി എഴുതുന്നു ഫസ്റ്റ് മുതൽ അല്ലേ? ഏതൊക്കെയാ? അപ്പൊ എഴുതാൻ നമ്മൾ ഇതേ പഠിച്ചുള്ളൂ അല്ലേ? വാരാനാത്താപ്പായും പിന്നെ ചില്ലക്ഷരങ്ങളും. അപ്പൊ ഫസ്റ്റ് വൺ ഏതാ? നെക്സ്റ്റ് നമ്മൾ പഠിച്ചത് എഴുതാൻ നിങ്ങൾക്ക് അറിയാലോ? റാ എഴുതി മുകളിലോട്ട്. നെക്സ്റ്റ് താ എഴുതി മുകളിലോട്ട് കയറ്റി. ഇതാണ് ഇൽ.
നെക്സ്റ്റ് നാ എഴുതി മുകളിലോട്ടാക്കി. ഇൻ. അടുത്തത് നാ എഴുതി മുകളിലോട്ടാക്കി. നെക്സ്റ്റ് ലാസ്റ്റ് വൺ ഏതാ ചില്ലക്ഷരങ്ങളില്? ഇൽ. അത് നമ്മൾ പഠിക്കുന്നത്ര അല്ലെ, ഇങ്ങനത്തെ ഒരു അക്ഷരം നമ്മൾ പഠിച്ചിട്ടില്ല. അപ്പൊ ഇൽ ഉണ്ടോ? എങ്ങനെ എഴുതണം? ഇങ്ങനെ എടുത്തു, ഇവിടുന്ന് യു എഴുതും പോലെ എടുത്തു, നെക്സ്റ്റ് ഇത് ഇവിടുന്ന് വളച്ചു അല്ലെ. ഇംഗ്ലീഷിൽ യു എഴുതി വളച്ചു വെച്ചു. ഇതാണ് എന്ത്. എന്നിട്ട് എന്ത് ചെയ്യണം? ലാസ്റ്റ് സ്റ്റെപ്പ് ഇങ്ങനെ മുകളിലോട്ട് ഉണ്ടോ? ഓക്കെ, വെരി ഗുഡ്. അപ്പോ ഇതൊക്കെയാണ്, ഇതാണ് ചില്ലക്ഷരങ്ങളെ. ഒന്നുകൂടി മിസ് വായിക്കാതെ. ഇൾ, ഈ 5 എണ്ണം. ഇർ, ഇൽ, ഇൻ, ഇൻ, ഇൾ. ഇത് മക്കള് വായിക്കാനൂടി പഠിക്കണേ ട്ടോ. ഇത് ഈ ഒരു അക്ഷരം കാണുമ്പോ ഇത് ഇർ ആണ്, ചില്ലക്ഷരമായ ഇർ ആണ് എന്ന് പറയാൻ അറിയണം. ഓക്കെ. വെരി ഗുഡ് ജാനകി, മനു. ജാനകി ഒക്കെ എഴുതിയിട്ടുണ്ട് സൂപ്പർ ആയിട്ട് അല്ലെ. അപ്പൊ 5 ചില്ലക്ഷരങ്ങൾ എഴുതാൻ പഠിച്ചോ മക്കളെ? വെരി ഗുഡ്. ധൻദേവ്, വെരി ഗുഡ്. നെക്സ്റ്റ് റിഷാൻ, വെരി ഗുഡ്. എന്തിനാ റിഷാൻ കിടക്കുന്നേ? വെരി ഗുഡ്. ഹർഷാൽ, 2 ഇവിടെ കാണുന്നുണ്ട് ഹർഷാലെ. ബാക്കിയോ? മുകളിലുണ്ട്. ഓക്കെ ഓക്കെ. നെക്സ്റ്റ് സായക്, വെരി ഗുഡ്. മുഹമ്മദ് റിഹാൻ, വെരി ഗുഡ്. ഓക്കെ, വെരി ഗുഡ്, സൂപ്പർ. നെക്സ്റ്റ് ആരൊക്കെ എഴുതാത്തെ? ഗായത്രി അനീഷ്, വെരി ഗുഡ്. ഇവിടെ സയാനൊക്കെ എഴുതുന്നുണ്ടല്ലോ. എഴുതി കഴിഞ്ഞോ? നിഹാര, നിഹാൽ എഴുതി കഴിഞ്ഞോ? ഇന്ന് റിഹാൻ പുതിയ ആളെയൊക്കെ കൂട്ടിയിട്ടുണ്ടേ. അവൻ എന്റെ സ്റ്റുഡന്റ് ആട്ടോ. നെക്സ്റ്റ് മുഹമ്മദ് റിസ്വാൻ, എഴുതി കഴിഞ്ഞോ റിസ്വാനെ? ഇഷിത, വെരി ഗുഡ്. ഓക്കെ, എല്ലാ മക്കളും എഴുതിയോ? പഠിച്ചോ ചില്ലക്ഷരങ്ങള്? അപ്പൊ ഇന്ന് നമുക്ക് എന്താ പഠിക്കാനുള്ളത്? വ്യഞ്ജനാക്ഷരങ്ങൾ പറയാൻ പഠിക്കണം. നെക്സ്റ്റ് നമ്മൾ സ്വരാക്ഷരങ്ങൾ എഴുതാനായി പഠിക്കാനായി പോവും ഇപ്പോ അല്ലേ. ഇന്ന് മുതൽ ചില്ലക്ഷരങ്ങൾ കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഏതാ പഠിക്കുക? സ്വരാക്ഷരങ്ങളാ. ആ ഈ എന്നുള്ളത് എഴുതാൻ പഠിക്കും. ജാനകി, മനു, ഫ്ലവർ ഒക്കെ ഉണ്ടല്ലോ. ആരാ വാങ്ങിക്കൊണ്ട് തന്നേ? ഇത് പഠിക്കാൻ പറ്റില്ലാത്ത വേണ്ട കേട്ടോ. ഷോക്കേസിൽ വെച്ചോ. ഓക്കെ, നല്ല ഭംഗിയുള്ള ഫ്ലവർ വേസ് അല്ലേ? ഓക്കെ. അപ്പൊ നമുക്ക് ഇന്ന് പഠിക്കാനുള്ള എന്താണെന്നറിയോ? എല്ലാവരും ശ്രദ്ധിക്കുക. നമ്മൾ എന്താ ചെയ്യുന്നറിയോ? ഇനി ഇന്ന് മുതൽ നമ്മൾ സ്വരാക്ഷരങ്ങൾ എഴുതാൻ പഠിക്കും അല്ലേ. അതായത് ആ ഇ എ ഐ ഒ ഔ എന്നുള്ളത് നമ്മൾ എഴുതാൻ പഠിക്കണം അല്ലേ. അതുപോലെ നമ്മള് വ്യഞ്ജനാക്ഷരങ്ങളാണ് പറയാൻ പഠിക്കുന്നത്. ഓക്കെ. അപ്പൊ നമുക്കിന്ന് ഫസ്റ്റ് ഒരു അക്ഷരം എന്ന ഒരു അക്ഷരം പഠിക്കാം. അതിനുശേഷം നമുക്ക് അടുത്ത പേജ് 26 പേജ് നമ്പർ 26 പഠിക്കാം അല്ലേ. അപ്പോ ഒന്നുകൂടി ശ്രദ്ധിക്കുക. നിങ്ങൾ അതേ സ്ലേറ്റ് കയ്യിലുണ്ടല്ലോ. കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും എഴുതാനേ. ഓക്കെ, ഇത് മിസ് കളയുന്നേ. ചില്ലക്ഷരങ്ങൾ ഓർത്ത് വെക്കണം. ചില്ലക്ഷരങ്ങൾ നിങ്ങൾ അക്ഷരദീപം ബുക്കിലും എഴുതണം, അതോടൊപ്പം നമ്മുടെ 2 ലൈൻ ബുക്കിലും എഴുതണം. ഓക്കെ. നെക്സ്റ്റ് ഇന്ന് നമുക്ക് പഠിക്കാനുള്ളത്, അടുത്ത നമുക്ക് സ്വരാക്ഷരം അല്ലേ ഉള്ളത് അക്ഷരദീപത്തില് അല്ലേ ഫാത്തിമ? റിഹാൻ, ഹർഷാല് പഠിച്ചു. എന്നെ തോൽപ്പിച്ചു അല്ലേ. ഞാൻ പഠിക്കണം ഇത്ര. ഓക്കെ. അപ്പൊ ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് എന്ന അക്ഷരമാണ്. എങ്ങനെ എഴുതും നോക്കാം നമുക്ക്. എല്ലാവരും ശ്രദ്ധിക്കുക കേട്ടോ. ഇങ്ങനെ എടുത്ത് എഴുതും പോലെ എടുത്ത് ഇവിടുന്ന് വളക്കണം. എന്നിട്ട് ഇങ്ങനെ എടുക്കണം. ഇതാണ് ഫസ്റ്റ് സ്റ്റെപ്പ് കേട്ടോ. അപ്പൊ ഫസ്റ്റ് സ്റ്റെപ്പ് എങ്ങനെയാ? ഇവിടുന്ന് ഇങ്ങനെ എടുത്തു, ഇവിടുന്ന് വളച്ചു, ഇവിടുന്ന് വളച്ചു. എന്നിട്ട് എന്ത് ചെയ്യണം? നെക്സ്റ്റ് സ്റ്റെപ്പ് എങ്ങനെയാ? ഇവിടുന്ന് എടുത്ത് ഉള്ളിലേക്കൂടെ എടുത്ത് പുറത്തേക്ക് ഇട്ടു. ഇതാണ് സെക്കൻഡ് സ്റ്റെപ്പ് അല്ലേ. തേർഡ് എങ്ങനെയാ? ഇവിടുന്ന് തന്നെ മുകളിലോട്ട് എടുത്ത് ഇവിടെ ഉള്ളിൽ കൂട്ടി. ഇതാണ് എന്ന അക്ഷരം അല്ലേ. ഓക്കെ. അപ്പൊ ഒന്നും കൂടി എഴുതാ.
ഇങ്ങനെ എഴുതുക ആദ്യം. പിന്നെന്ത് ചെയ്യണം? ഇങ്ങനെ എഴുതി ഇവിടുന്ന് ഇങ്ങനെ എടുക്കണം. നെക്സ്റ്റ് എന്ത് ചെയ്യണം? അടുത്ത മൂന്നാമത്തെ സ്റ്റെപ്പ് എന്താ? ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്ത് ഇതിന്റെ ഉള്ളിലേക്ക് ഇങ്ങനെ കൂട്ടണം. ഇതാണ് നമ്മുടെ സ്വരാക്ഷരത്തിൽ ഫസ്റ്റ് ലെറ്റർ ആയ ആ എന്ന ലെറ്റർ. അല്ലേ? കിട്ടിയോ? ഒന്നുകൂടി എഴുതി നോക്കിയേ എല്ലാ മക്കളും. സ്റ്റാർട്ട് ചെയ്യുന്നേ. ആരാ ഫസ്റ്റ് ആവും നോക്കട്ടെ, ഞാനാണോ നിങ്ങളാണോ? ഇവിടുന്ന് ഇങ്ങനെ എടുത്തു, ഇതിലെടുത്തു, ഇതിലേ കൊണ്ടുവന്നു, ഇവിടെ കൊണ്ടുവന്നു, ഉള്ളിക്കൂട്ടി. എഴുതി നോക്കിയോ എല്ലാവരും? നോക്കട്ടെ, സ്ലേറ്റിൽ എഴുതി നോക്കട്ടെ എല്ലാവരും. ഹർഷാൽ വെരി ഗുഡ്. ആഫിയ വെരി ഗുഡ്, സൂപ്പർ ആയി എഴുതിയിട്ടുണ്ട്. മുഹമ്മദ് റിഹാൻ വെരി ഗുഡ്, നല്ല ആയി എഴുതിയിട്ടുണ്ട് അല്ലേ? റിസ്വാൻ വെരി ഗുഡ്. നിഹാര വെരി ഗുഡ്. നിഹാൽ വെരി ഗുഡ്. ധൻദേവ് വെരി ഗുഡ്. ആ എത്തി ധൻദേവിന്. റിഷാൻ വെരി ഗുഡ്. ജാനകി മനു വെരി ഗുഡ്. ഇഷിത വെരി ഗുഡ്. എല്ലാവരും എഴുതിയല്ലേ? ഇനി ആരാ എഴുതാത്തേ? മർവാൻ, വെരി സ്ലേറ്റ് നോക്കട്ടെ. നിഷാൻ വെരി ഗുഡ്. ഓക്കെ, ആ എന്ന അക്ഷരാണ് നമ്മളിപ്പോ എഴുതിയത് അല്ലേ? ഓക്കെ. അപ്പോ ആ എന്ന അക്ഷരം പഠിച്ചു നിങ്ങള്. അപ്പൊ നമ്മൾ എങ്ങനെയാ എഴുതിയത്? സ്റ്റാർട്ടിങ് എങ്ങനെയാ? ഒന്നുകൂടി എഴുതി കാണിച്ചു തരാം. ഇവിടുന്ന് ഇങ്ങനെ എടുത്തു, ഇങ്ങനെ എടുത്തു അല്ലേ? നെക്സ്റ്റ് എന്താ സ്റ്റെപ്പ് നമ്മൾ എടുത്തത്? ഇവിടുന്ന് ഇങ്ങനെ ഉള്ളിലേക്ക് എടുത്തു, പുറത്തേക്ക്. എന്നിട്ട് ഇവിടുന്ന് ഇങ്ങനെ എടുത്ത് ഉള്ളിൽ കൂട്ടി. സായിക്ക് വരച്ചു നോക്കിയത് എങ്ങനെയാ വരക്കണ്ടേന്ന്. അങ്ങനെ തന്നെ വരച്ചു നോക്കിയേ സ്ലേറ്റില്. സായക്കേ ഇവിടുന്ന് ഇങ്ങനെ എടുത്തു, എഴുതും പോലെ എടുത്തു, ഇവിടുന്ന് വളച്ചു, ഇങ്ങനെ എടുത്തു, മുകളിലേക്ക് എടുത്തു, പുറത്തേക്ക് എടുത്തു. നെക്സ്റ്റ് ഇങ്ങനെ. അപ്പൊ ആദ്യം നമ്മൾ എന്ത് ചെയ്തു? ഇവിടെ വെച്ചു. നെക്സ്റ്റ് സ്റ്റെപ്പ് എന്താ ഇതമ്മ? ഇതേ സാധനം എഴുതി ഇങ്ങനെ ഉള്ളിലേക്ക് എടുത്ത് പുറത്തേക്ക് വെച്ചു. നെക്സ്റ്റ് മൂന്നാമത്തെ സ്റ്റെപ്പിൽ നമ്മൾ എന്ത് ചെയ്തു? ഇവിടുന്ന് ഇങ്ങനെ എടുത്ത് പുറത്തേക്ക് വെച്ചെടുത്തുനിന്ന് ഒന്നും കൂടെ ഇങ്ങനെ കൂട്ടി. അപ്പൊ എന്തായി? സ്വരാക്ഷരങ്ങളിൽ ആ എന്ന അക്ഷരം, ഫസ്റ്റ് ലെറ്റർ. ഓക്കെ, എല്ലാരും പഠിച്ചോ? സായക്കില് കിട്ടുന്നില്ലേ? നോക്കട്ടെ. ഇവിടെ ഇതിലെ മുകളിലേ എഴുതിക്കോ. ഒന്നിങ്ങനെ എഴുതിയിട്ടാ. ഇങ്ങനെ എടുത്തു, ഇതിലേ എടുത്തു, ഇവിടുന്ന് എടുത്തു, ഇങ്ങനെ എടുത്തു, ഇതിന്റെ മുകളിൽ എഴുതി. ഒന്നുകൂടി എഴുതുക. കൈ പിടിച്ച് എഴുതിപ്പിച്ചു. അമ്മേനെ കൊണ്ട് എഴുതിപ്പിക്കാൻ പറ. ഇങ്ങനെ എടുത്തു, ഇങ്ങനെ എടുത്തു, ഇങ്ങനെ എടുത്തു, ഇതിന്റെ മുകളിലേ എടുത്തു, ഇങ്ങനെ കൂട്ടി. അതിന്റെ മുകളിൽ തന്നെ കുറെ പ്രാവശ്യം എഴുതിയേ മോൻ. എല്ലാവരും കിട്ടാത്തവർ ഋഷിദേവ് എങ്ങനെ എഴുതണം? എഴുതിയിട്ട് അതിന്റെ മുകളിൽ തന്നെ എഴുതിയ കുറെ പ്രാവശ്യം ഉണ്ടോ? കിട്ടാത്തവര് കുറെ പ്രാവശ്യം എഴുതി നോക്കിയേ. നല്ലത് അമ്മയോട് എഴുതി തരാൻ പറയുക. അതിന്റെ മുകളിലേ ഇങ്ങനെ എടുത്ത് ഇവിടെ ഉള്ളിൽ കൂട്ടി. ഒന്നുകൂടി. ഇവിടുന്ന് ഇങ്ങനെ എടുത്തു, ഇതിലേ എടുത്തു, ഇങ്ങനെ എടുത്തു, ഉള്ളിൽ കൂട്ടി. എന്താണ്? ഇങ്ങനെയാണ് അമ്മ എന്നൊക്കെ എഴുതാൻ നമ്മൾ ഈ അക്ഷരാണ് ഉപയോഗിച്ചത്. അമ്മ, അച്ഛൻ, അറ, അല, ഇതൊക്കെ എഴുതിയത്. ഇതൊക്കെ എഴുതിയത് നമ്മൾ ഈ ഒരു അക്ഷരം വെച്ചാണ് അല്ലേ? ഓക്കെ, ഋഷിദേവ് പഠിച്ചോ? സായൊക്കെ പഠിച്ചോ? മുഹമ്മദ് റിസ്വാൻ, മുഹമ്മദ് റിഹാൻ ഒറ്റക്ക് എഴുതിയല്ലേ? എല്ലാ മക്കളും ഒറ്റക്ക് എഴുതി പഠിക്കണേ.
ആരുടെ ഹെൽപ്പും വേണ്ട അല്ലെ? ആദ്യം ഒരു പ്രാവശ്യം അമ്മ ഓ ആ ഈ എത്തി എത്തി ആർക്ക് ധൻദേവിന്. ഓക്കെ, വെരി ഗുഡ് വെരി ഗുഡ്. ആരൊക്കെ ഇന്ന് ഫസ്റ്റ് ആണെന്ന് നോക്കട്ടെ എഴുതിയിട്ട്. പഠിച്ച എല്ലാവരും? ആ മുഹമ്മദ് സയാം വെരി ഗുഡ്. റിജാൻ വെരി ഗുഡ്. നല്ല സൂപ്പർ ആയിരുന്നല്ലോ. സ്വന്തം എഴുതി തന്നെയല്ലേ മക്കള്? ഫാത്തിമായം വെരി ഗുഡ്. ഋഷിദേവ് എല്ലാവരും സ്വന്തം എഴുതിയേ? ആ നിഹാര നിഹാൽ ആരെഴുതിയതാ? നല്ല നീ എഴുതണം കേട്ടോ, വൃത്തിയിൽ എഴുതണം. ആ ഗായത്രി എഴുതിയോ? കൊറേ പ്രാവശ്യം എഴുതിയേ, മായിച്ച് എഴുതിയ നിങ്ങള്. ആ ആഫിയ വെരി ഗുഡ്. എഴുതി അതിന്റെ മുകളിൽ കുറേ പ്രാവശ്യം എഴുതി പഠിക്കും മക്കളെ തറവായിട്ട്. ഗായത്രി സൂപ്പർ. ഒറ്റക്ക് എഴുതി പഠിക്കണേ എല്ലാ മക്കളും. എന്നിട്ട് പഠിച്ചു കഴിഞ്ഞാൽ കുറേ പ്രാവശ്യം എഴുതി പഠിക്കുക. ഓക്കെ, പഠിച്ചു എല്ലാവരും? അപ്പൊ സ്വരാക്ഷരങ്ങളിൽ നിന്ന് നമ്മള് ഫസ്റ്റ് ലെറ്റർ എഴുതാൻ പഠിച്ചു, ആ എന്ന അക്ഷരം. ഓക്കെ അല്ലേ? അപ്പൊ എന്ത് എഴുതണം നമ്മൾ ഇന്ന്? നമ്മളെ അക്ഷരദീപം ബുക്കിൽ ആ എന്ന അക്ഷരം എഴുതണം കേട്ടോ. അക്ഷരദീപം ബുക്കില് ആ എന്ന അക്ഷരം ഉണ്ട്, അത് ഇന്ന് ഹോംവർക്ക് ചെയ്യണം. അതേ റിഹാൻ സൂപ്പർ. ഇനി 2 ലൈൻ ബുക്കിലും അതേപോലെ ആ ഒരു ആ മാത്രം ഒരു പേജ് നിങ്ങൾ എഴുതണം. ഓക്കെ, അപ്പൊ നിങ്ങൾ പഠിക്കും കേട്ടോ. ഇന്നൊരു ദിവസം കൊണ്ട് പഠിച്ചില്ലെങ്കിലും കുറെ ദിവസം എഴുതി ആവുമ്പോ പഠിക്കും കേട്ടോ. അപ്പൊ ഈ ആ വെച്ചാണ് നമ്മളെ അമ്മ, അച്ഛൻ, അറ, അല, അമ്പിളി ഒക്കെ നമ്മൾ പഠിച്ചത് അല്ലേ റിസ്വാൻ? കൊറേ പ്രാവശ്യം സ്ലേറ്റ് നിറയെ എഴുതി പഠിക്കുക. ഓക്കെ, അപ്പൊ എന്ന അക്ഷരം പഠിച്ചില്ലേ? ഇനി നമുക്ക് ഇന്ന് എന്ത് ചെയ്യണം? എല്ലാരും എഴുതി ഒരുവിധം തളർന്നു അല്ലെ? എഴുതി മടുത്തു എല്ലാവർക്കും. ഇനി സ്ലേറ്റ് ഒക്കെ അവിടെ വെച്ചോ. എന്നിട്ട് എന്ത് ചെയ്യുക? ടേക്ക് യുവർ ടെക്സ്റ്റ് ബുക്ക് എടുക്കുക അല്ലേ? എഴുതി ഇന്ന് ഹോംവർക്ക് ചെയ്യണം മക്കൾ, എഴുതിക്കൊണ്ടിരിക്കണം കേട്ടോ, എന്നാലേ പഠിക്കൂ. ഫാത്തിമേല ഒരുപാട് സ്വന്തം എഴുതുന്നുണ്ട്. വെരി ഗുഡ് ഫാത്തിമ, മിസ് കാണുന്നുണ്ട് എഴുതുന്നത്. ഓക്കെ, അപ്പൊ ഇന്ന് നമുക്കിനി ഈ ബുക്ക് കണ്ടോ? all of you take your page number 26. അപ്പോ പേജ് നമ്പർ 26 എടുക്കുക മക്കളെല്ലാവരും. എന്നിട്ട് എന്ത് ചെയ്യുക? അതിൽ ഫസ്റ്റ് കണ്ടോ വ്യഞ്ജനാക്ഷരങ്ങളിൽ ക എന്ന അക്ഷരാണ്, അത് പറയാൻ പഠിച്ചാൽ മതി. ക എന്താ പിക്ചറിലുള്ളത്? എന്താ ഉള്ളത് റിഷാൻ? ഫസ്റ്റ് വൺ കണ്ണ്. വെരി ഗുഡ്. കണ്ണ്, ഒരു കണ്ണുണ്ടല്ലേ, നല്ലൊരു കണ്ണ്. കണ്ണ് എന്താണ്? കണ്ണ്. നെക്സ്റ്റ് വൺ എന്താണ്? ഖ നഖം. എങ്ങനെ പറയണ്ടേ? ഖ കുറച്ച് സ്ട്രെസ് വേണം അല്ലേ? ഖ നഖം. അല്ല സോറി, മുഖമാണ്. മുഖമാണുള്ളത് കേട്ടോ, മിസ്സിന് തെറ്റിപ്പോയതാണ്. ഖ മുഖം. ഒരു കുഞ്ഞിനെ കണ്ടോ? കുഞ്ഞു ആവേന സുന്ദരനാ. മുഖം. ഖ മുഖം. ഇനി നെക്സ്റ്റ് വൺ എന്താ? ഗ അല്ലേ? ഗ മെല്ലനെ പറയണം. ഗദ. ഗദ പറഞ്ഞു നോക്കിയേ. അപ്പൊ ക കണ്ണ്, ഖ മുഖം, നെക്സ്റ്റ് ഗദ. അടുത്ത എന്താ അക്ഷരം? ഖ. വ്യഞ്ജനാക്ഷരങ്ങൾ നാലാമത്തെ അല്ലേ? ഖ ഖ ഗ ഖ ങ ആണ്. അതിൽ ഖ. മേഘം. എന്താ ഉള്ള പിക്ചറിൽ? മേഘം. ലാസ്റ്റ് വൺ എന്താ ഉള്ളത്? എന്താ റിസ്വാനെ ലാസ്റ്റ് വൺ? ഗദ. അതിനുശേഷം ങ കഴിഞ്ഞിട്ടുള്ളത് അവസാനത്തത്
മാങ്ങ. വെരി ഗുഡ്. മാങ്ങ. മാങ്ങ. അപ്പൊ എന്തൊക്കെയാ? കാ കണ്ണ്. തൊട്ട് വായിച്ചേ. കാ കണ്ണ്. മുഖം. ഗ ഗദ. ഗ ഗദ. മേഘം. ങ മാങ്ങ. മാംഗോ അല്ലേ? മാങ്ങ. ങ മാങ്ങ. വായിക്കാൻ പഠിച്ചോ? പിന്നെ ആ എന്ന അക്ഷരം എഴുതാൻ പഠിക്കണം. അതുപോലെ കാ കണ്ണ്, ഖ മുഖം, ഗ ഗദ, ഖ മേഘം. അതെല്ലേ? വെരി ഗുഡ്, വെരി ഗുഡ്. അപ്പൊ ഇത്രയും പഠിക്കണം കേട്ടോ മക്കളെ. ഇത് വായിക്കാൻ പഠിച്ചോ? അത്ര മതി ഇന്ന്. കാ കണ്ണ്, ഖ മുഖം, ഗ ഗദ, ഖ മേഘം, മേഘം, ങ മാങ്ങ. മാങ്ങ. ഓക്കെ, വെരി ഗുഡ്. വായിക്കാൻ പഠിച്ചോ എല്ലാവരും? അത്ര വരെ. കാ കണ്ണ്. ഒന്നുകൂടി. കാ കണ്ണ്, ഖ മുഖം, ഗ ഗദ, ഗ ഗദ, ഖ മേഘം, ങ മാങ്ങ. ആരൊക്കെ വായിക്കാൻ പഠിച്ചേ? ഇതൊന്നും പറഞ്ഞില്ല. അത് മിസ് പറയണം. ആദ്യം ഇത് പഠിക്കണ്ടേ നമുക്ക്. ഓക്കെ, വായിച്ചു പഠിച്ചേ എല്ലാവരും? കാ കണ്ണ്, ഖ മുഖം, ഗ ഗദ, ഖ മേഘം, ങ മാങ്ങ. ഒന്നുകൂടി. കാ കണ്ണ്, ഖ മുഖം, ഗ ഗദ, ഖ മേഘം, ങ മാങ്ങ. ഓക്കെ. കാ കണ്ണ്, ഖ മുഖം, ഗ ഗദ, ഖ മേഘം, ങ മാങ്ങ. ഓക്കെ, വായിക്കാൻ പഠിച്ചു എല്ലാവരും? ആരാ ഒന്ന് വായിക്കുന്നേ? ആരാ മക്കള് വായിക്കുന്നേ? ശ്രീകാൻ വായിച്ചേ. മുഖം, ഗ ഗദ, ഖ മേഘം, ങ മാങ്ങ. ഓക്കെ, നെക്സ്റ്റ് ആരാ വായിക്കുന്നേ? ഹർഷാലാണോ? വെരി ഗുഡ്. ഓക്കെ, വെരി ഗുഡ്. നെക്സ്റ്റ് ആരാ? ഇവിടെ ആഫിയ കൈവക്കുന്നുണ്ടായിരുന്നു. ഓക്കെ, ആഫിയ. എന്താ ചിരി കൊറേലേ അല്ലേ? ആഫിയ കുട്ടി വേഗം വായിക്ക്. വെരി ഗുഡ്.
Nga manga. Very good. Next, sayak. Sayak. Sayake. Unmute ചെയ്തേ. ആ. ആ. ഗ ഗദ. ആ. മേഘം. ആ. ngã manga manga mango English manga. Okay, very good. Next, Fatima. Fatima, please unmute. കണ്ണ് മുഖം ഗ ഗദ. ഖ മേഘം. ngã manga. Okay, very good. Next, Gayatri Anish. കണ്ണ് മുഖം ഗദ മേഘം മാങ്ങ. ngã manga. Very good. Next, Janagi Manu. വായിച്ചോ. കണ്ണ് മുഖം ഗദ മേഘം manga. Okay, very good. Next, Dandev. Thank you, miss. Okay, very good. Okay, very good. Next, Rishidev. മുഖം ഗദ മേഘം മാങ്ങ. Very good. Next, Zayan. മുഖം ഗ ഗദ മേഘം മാങ്ങ. Okay, very good. Next, Nihal. കണ്ണ് മുഖം മേഘം മാങ്ങ. Okay, very good. Nihara. നിഹാര കുട്ടി ഇല്ലേ എവിടെ? വരുന്നുണ്ടോ? കറിയാണോ? എന്തിനാ കരയുന്നേ? ക്ലാസ് കൂടാൻ പറഞ്ഞിട്ടാ? അയ്യോ, എന്ത് പറ്റി നിഹാര കുട്ടി? നെക്സ്റ്റ്, നിഷാൻ. മുഖം ഗദ മാങ്ങ. Okay, very good.
നെക്സ്റ്റ് ഇഷിത. കാ കണ്ണ്, ഉം, ഗാ മുഖം, ഉം, ഗാ ഗദ, ഉം. ഗാ മേഘം. സോറി മോളെ, ഒന്ന് അൺമ്യൂട്ട് ചെയ്തേ. ആ ഗ ഗദ. ഗാ ഗദ, ഉം, ഗാ മേഘം, ഉം. മാ. ഓക്കെ, വെരി ഗുഡ്. നെക്സ്റ്റ് ആരാ വായിക്കാനുള്ള? റിഷാൻ. റിഷാനെ അൺമ്യൂട്ട് ചെയ്തേ മോനെ. ആ ഉം, കാ ഉം, മുഖം, ഉം, കാ ഗദ, ഉം. കാ മേഘം, ഉം. മാ മാങ്ങ. മാങ്ങ. ഓക്കെ, വെരി ഗുഡ്. ഓക്കെ, നെക്സ്റ്റ് എല്ലാരും വായിച്ചു. നിഹാര കുട്ടി വന്നോ? നിഹാര ഇല്ലേ? ആണോ? ഓ, എന്തിനാ കരയുന്നേ? കൊടുത്തതാ, സോനുക്ക് വേറെ കളത്ത് കൊടുത്തു, പിന്നെ വേണമെന്ന് പറഞ്ഞു. ആ നിഹാര കരയല്ലേട്ടോ. നിഹാര, നിഹാരക്കുട്ടി, എന്താ അവിടെ പരിപാടി? അയ്യോ, നിഹാര കുറിച്ച് കരയുന്നല്ലേ? എല്ലാരും കണ്ടു അല്ലേ? നിഹാര നല്ല മോളാന്നല്ല, കരയൊന്നും ചെയ്യില്ലല്ലോ അല്ലേ? ഓക്കെ, അപ്പൊ എല്ലാ മക്കളും നല്ലതുപോലെ വായിച്ചു പഠിക്കണം. പിന്നെന്ത് ചെയ്യണം? നമ്മുടെ അക്ഷരദീപം ബുക്കില് സ്വരാക്ഷരങ്ങളിൽ ആ സ്റ്റാർട്ട് ചെയ്യുന്ന ആ മാത്രം എഴുതുക. പിന്നെയോ 2 ലൈൻ ബുക്കിലും എഴുതുക, ഒരു പേജ് നിറയെ അല്ലേ? അടുത്ത ക്ലാസ്സിലേക്ക് കുറേ ദിവസം ഉണ്ടല്ലേ? അപ്പൊ മെല്ലനെ എഴുതി 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 വരുക അല്ലേ? അപ്പൊ പിന്നെന്ത് വേണം? കാ കണ്ണ്, ഖാ മുഖം, ഗ ഗദ, ഖ മേഘം, ങ മാങ്ങ. ഇത് വായിച്ച് പഠിക്കുക അല്ലേ? ഓക്കെ അല്ലേ? യെസ്, എല്ലാവരും ചെയ്യുവോ? ഇനി അടുത്ത ദിവസം നമുക്ക് ആ എന്ന അക്ഷരം പഠിക്കാം. നെക്സ്റ്റ് അങ്ങനെ ഓരോന്ന് നല്ല വൃത്തി നമുക്ക് പഠിക്കണം അല്ലേ? പഠിക്കണ്ടേ? യെസ്. ഓക്കെ, ഇന്ന് കുറേ മക്കൾ എഴുതി അല്ലേ? ഒരുപാട് പണിയെടുത്തു അല്ലേ? വായിക്കാൻ പഠിച്ചു. അതുകൊണ്ട് കുറച്ച് നേരത്തെ മിസ് ഇന്ന് വൈൻഡപ്പ് ചെയ്യാ അല്ലേ? വേണോ? യെസ്, ശ്രീകാനന്ദനം ടാറ്റ പറയാണ് അല്ലേ? എന്താണ് സായക്ക്, ക്ഷീണം പിടിച്ചോ പഠിച്ചിട്ട്? സായക്കിനി ക്ഷീണായി, കിടന്നുറങ്ങലായി അല്ലേ? ഓക്കെ, ബൈ, സി യു, ബൈ, ടാറ്റ, ബൈ. ഓക്കെ, നിഹാര നമ്മള് പോലായി. നിഹാര കരഞ്ഞോണ്ട് അവിടെ നിക്കുവാണോ? ടാറ്റ, ബൈ ബൈ. അപ്പൊ നെക്സ്റ്റ് വീക്ക് കാണാം അല്ലേ ഇനി? ഓക്കെ, ബൈ. ബൈ.